ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് മഴക്കാലത്ത് നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്നത് സാധാരണ എന്തെങ്കിലും ബക്കറ്റുകളിൽ അല്ലെങ്കിൽ ഡ്രമ്മുകളിലൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കമ്പോസ്റ്റ് ആക്കാറ്. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇതേപോലെ ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ചെടിച്ചട്ടികളിൽ വെച്ച് തന്നെ എങ്ങനെ കമ്പോസ്റ്റ് ആക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീടുകളിൽ വെക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ ഒരു 8-10 ചട്ടിയിൽ കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് തന്നെ കമ്പോസ്റ്റ് ആക്കാനായിട്ട് പറ്റും. നമ്മുടെ അന്നന്നത്തെ വേസ്റ്റ് നമുക്ക് അതാത് ചട്ടികളിൽ തന്നെ വെച്ച് കമ്പോസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ എണ്ണ വാങ്ങിക്കുന്ന ബോട്ടിൽ, ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കുക. ഇതിനെല്ലാത്തിലും ഞാൻ ചുറ്റിലും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടപ്പിലും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മുകൾ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് മുറിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ചിരട്ട എന്തെങ്കിലും വെച്ചിട്ട് കമിഴ്ത്തി മൂടിയാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ജാറുകളുണ്ടല്ലോ, ഇതേപോലത്തെ ഇത് ഞാൻ ഇതിനു മുമ്പ് ചട്ടികളിൽ വെച്ച് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിന് അടപ്പ് വേണം, അല്ലാന്നുണ്ടെങ്കിലും ചിരട്ടയിട്ട് മൂടി കൊടുത്താലും മതി. ഇതേപോലത്തെ ജാറുകളാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ PVC പൈപ്പ് ഉണ്ടല്ലോ, ചെറിയ ഇത്രയും മണ്ണൊക്കെ ഉള്ള വലുപ്പം, ഈ കുപ്പിയുടെയൊക്കെ വലുപ്പത്തിലുള്ള PVC പൈപ്പുകൾ, ഈ കുപ്പിയുടെ നീളത്തിലുള്ള കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ അതാത് ചട്ടികളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കുറ്റി കുരുമുളകിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ അതിൽ ആണ് ഞാനിത് കമ്പോസ്റ്റ് റെഡിയാക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അടിയിൽ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് നോക്കിയിട്ട്, കടഭാഗത്തോട്ട് ചേർന്നല്ലാതെ നമ്മൾ ചട്ടിയുടെ സൈഡിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൻ്റെ സൈഡിൽ നോക്കിയിട്ട് ഇതേപോലെ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗം മണ്ണിൻ്റെ, നമ്മൾ ആ ഹോളിട്ട് കൊടുത്തേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടം വരെ മണ്ണിൻ്റെ അടിയിലോട്ട് പോകത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക്, ഇതിൻ്റെ അകത്തോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പീസുകൾ ചെറുതാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാക്സിമം നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഏറ്റവും അടിയിൽ നമ്മുടെ അടുത്ത് ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ സവാളയുടെ തോടും അതേപോലെ തന്നെ മുട്ടത്തോടുണ്ട്, ഉള്ളിത്തോണ്ടുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുത്തിന് ഇപ്പം നമുക്ക് ഒരു ദിവസത്തെ വേസ്റ്റ് ഏതാണ്ട് ഒരു കുപ്പിയിലൊക്കെ കൊള്ളാനല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ഗ്രോ ബാഗിൽ നമുക്ക് ഇതേപോലത്തെ ബോട്ടിലുകൾ എടുത്ത് വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറ്, ഇനോക്കുലം ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. അല്ല, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് താഴേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എത്രമാത്രം വേസ്റ്റ് ഉണ്ടോ നമുക്ക് അത്രയും വേസ്റ്റ് ഇതേപോലെ ബോട്ടിലുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഞാൻ കമ്പോസ്റ്റ് ആക്കുന്നത് ബക്കറ്റിലാണ് കേട്ടോ. അതാണ് ഇതേപോലെ വലിയ കഷ്ണങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തിടുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്ത് ഏറ്റവും ലാസ്റ്റ് 1-2 ദിവസത്തൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ബോട്ടിൽ നിറയുമല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ ഈ ബോട്ടിലുകൾ ഇതേപോലെ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വീണ്ടും ഞാൻ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അടപ്പുണ്ടല്ലോ, ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിരട്ട വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ബോട്ടിലുകളുടെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് കമിഴ്ത്തി മൂടി വെച്ചാൽ മതി. പക്ഷേ മഴവെള്ളം അകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മഴ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം, എന്നാലാണ് ഇത് കമ്പോസ്റ്റ് ആവുള്ളൂ. മഴ സമയത്ത് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പറഞ്ഞാൽ മണ്ണിൽ നല്ല ജലാംശം അടങ്ങിയ മണ്ണായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബോട്ടിലുകളും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് 10 ക്യാനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈഡിൽ കൂടെ നമുക്ക് ഇതേപോലെ ബോട്ടിലുകൾ കുഴിച്ച് ഇതുപോലെ മണ്ണിൽ സൈഡിൽ വെക്കുക. അതിനുശേഷം ആ 10 ബോട്ടിലുകൾ നിറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒന്നുകിൽ ഇത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് തന്നെ കമ്പോസ്റ്റ് ആയത് നമുക്ക് കമഴ്ത്തിയിടാം. ഇതിൻ്റെ അകത്ത് വരുന്ന സ്ലറി ഈ മണ്ണിലോട്ട് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഈ സ്ലറിയുടെ സ്ലറി വലിച്ചെടുത്ത് ഈ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. നമ്മൾ ഏത് ചെടിക്കാണോ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ചെടി വളരുകയും ചെയ്യും. ഇത് പച്ചക്കറിക്ക് മാത്രമല്ല കേട്ടോ, പൂച്ചെടികൾക്കും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഈ 10 ചട്ടികൾ നിറഞ്ഞിട്ടും നമ്മൾ ആദ്യമായിട്ട് ഇത് കമ്പോസ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ അടുത്ത ബോട്ടിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്തവർക്കും നമുക്കിതുപോലെ കമ്പോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. കേട്ടോ നമ്മൾ കുപ്പി കമ്പോസ്റ്റ് റെഡിയാക്കുന്നത്. നമ്മുടെ ഏത് പാത്രത്തിലാണോ, നമുക്ക് ഏത് ഗ്രോ ബാഗിലാണോ നമുക്ക് ബോട്ടിൽ നമ്മൾ വെക്കാൻ സൗകര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗുകൾ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ ചട്ടികളിലൊക്കെ ആണെങ്കിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ചട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കണ്ട് ഇതുപോലെ നമുക്ക് സൈഡ് കണ്ട് ഇതുപോലെ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏത് പച്ചക്കറിയുടെ ആണെങ്കിലും ഏത് പൂച്ചെടിയുടെ ആണെങ്കിലും ഇതേപോലെ സൈഡ് വഴി നമുക്ക് ബോട്ടിലുകൾ വെച്ചിട്ട് ഇതേപോലെ കമ്പോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബക്കറ്റുകളിലാണ് ചെയ്യുന്നത്. ഒരു 3-4 ബക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ കമ്പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കമ്പോസ്റ്റ് ഒരു 40 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഡീകമ്പോസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനോക്കുലോ അല്ലെങ്കിൽ നമുക്ക് ഡീകമ്പോസ്റ്ററൊക്കെ ഇഷ്ടംപോലെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് കറക്റ്റ് 40 ദിവസം കഴിയുമ്പോഴത്തേനും നല്ല കമ്പോസ്റ്റ്, നല്ല വളമായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ സൗകര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താലും മതി. ഒരു 2-3 ബോട്ടിലുകൾ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് വെക്കാനായിട്ട് സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഒരു 10 ഗ്രോ ബാഗോ അല്ലെങ്കിൽ ക്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് വളരെ ഈസി ആയിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാനും പറ്റും. നമ്മൾ ആ ഹോൾ ഇട്ടേക്കുന്നത് കൊണ്ട് സ്ലറി എല്ലാം മണ്ണിലോട്ട് പൊക്കോളും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ അകത്തെ കമ്പോസ്റ്റ് വളരെ ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്നുകിൽ മണ്ണോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനോക്കുലം ചകിരിച്ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര വെള്ളമോ അല്ല കുറച്ച് തൈര്, പുളിച്ച തൈര് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ കുപ്പി കമ്പോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്